ഇനിയിതാ തിരുനബിയുടെ മറ്റൊരു തിരുകേശം അൻസാരി പരമ്പരയിൽപ്പെട്ട ഷെയ്ഖ് ഖസ്റജി ഖമറുൽ ഉലമക്ക് നൽകുന്ന രംഗം നിങ്ങളൊന്ന് കാണൂ. ആ സത്യത്തിന്റെ വർത്തമാന പുലർച്ചയും കാഴ്ചയുമാണ് മർക്കസ് 33-ാം വാർഷിക സമാപന സമ്മേളന വേദിയിൽ ദൃശ്യമായത്. ദുബൈ ഔഖാഫ് ഹെറിറ്റേജ് മേധാവിയും അൻസാർ കുടുംബാംഗവുമായ ഷെയ്ഖ് ഖസ്റജി കാന്തപുരത്തിന്റെ കരങ്ങളിലേക്ക് തിരുകേശം ആദരവോടെ കൈമാറി. കേരള ജനതയ്ക്കൊപ്പം ഷെയ്ഖുന കാന്തപുരം അത് ഹൃദയധന്യതയോടെ നെഞ്ചേറ്റി മാറോട് ചേർത്തു. മർക്കസ് അങ്ങനെ പ്രവാചക സ്നേഹത്തിന്റെ സാഗരത്തിൽ ലയിച്ചു ചേർന്നു. ഇന്ന് പ്രവാചക തിരുശേഷിപ്പിന്റെ മുഖമുദ്രയായ തിരുകേശം സൂക്ഷിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മർക്കസും ലോകതലത്തിൽ രേഖപ്പെട്ടു കഴിഞ്ഞു. തിരുനബിയുടെ തിരുകേശം കാന്തപുരത്തിന്റെ കരങ്ങളിലേക്ക് ദുബായ് ഔഖാഫ് ഹെറിറ്റേജ് മേധാവി ഷെയ്ഖ് ഖസ്റജി ഏൽപ്പിക്കുമ്പോൾ കാന്തപുരവും മർക്കസും ഒരിക്കൽ കൂടി ചരിത്രത്തിലേക്ക് നടന്നു കയറി. ആത്മീയ സാഫല്യത്തിന്റെ നെറുകയിലേക്ക്, പ്രവാചകാനുഗ്രഹത്തിന്റെ പ്രകാശപ്പൊലിമയിലേക്ക്, തിരുശേഷിപ്പിന്റെ ബറക്കത്തിലേക്ക്. ആ നിമിഷം സമുദ്രസമാനരായ സദസ്സ് ഒരേ ശബ്ദത്തിൽ വിശ്വാസ ചൈതന്യത്തിന്റെ നിറസാഫല്യത്തെ നെഞ്ചേറ്റി ഒരുമിച്ചു പാടി. جئت شرفت المدينة مرحبا يا خير داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. الله أكبر الله أكبر الله أكبر لا إله إلا الله على حبيبك خير للخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي مولاي صل. ഷെയ്ഖ് ഖസ്റജി നൽകിയ ശഅറെ മുബാറക്കിന്റെ സനദോ പരസ്യമായി അതേ സദസ്സിൽ വായിക്കുന്നത് കേൾക്കൂ. ഇത് ശൈഖ് അബൂബക്കർ അവറുകൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വകയിലുള്ള ഒരാദരവായിട്ടാണ് ഞാൻ ഇത് നീക്കം ചെയ്യുന്നത് എന്നുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. وسيتفضل الشريف الشيخ سيدي محمد قاضي بقراءة السند الشريف. والسلام عليكم ورحمة الله تعالى وبركاته. أشرف الخلق صلى الله عليه وسلم
തങ്ങളുടെ പുണ്യകേശം മഹാനായ ഷെയ്ഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഷെയ്ഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുന അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്ര പരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ഷെയ്ഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എഴുന്നേറ്റ് നിന്നോളൂ, തിരിഞ്ഞിരുന്നോളൂ. تتجلى في هذا المجلس وهذا الجمع الكثير والجمع العظيم بشائر رسول الله صلى الله عليه وسلم، حيث قال صلى الله عليه وسلم: لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خالفهم حتى يأتي أمر الله. وفيه بشائر الملائكة لرسول الله صلى الله عليه وسلم، حيث قالوا لرسول الله صلى الله عليه وسلم ليلة الإسراء: إن الخير فيك وفي أمتك إلى يوم القيامة. وها أنا أقرأ لكم هذه البشارة العظيمة نيابة عن خادم الآثار سماحة الشيخ أحمد بن الشيخ محمد آل هلال الخزرجي أمير الأنصار. بسم الله الرحمن الرحيم. الحمد لله رب العالمين مالك الملك ذي الجلال والإكرام ذي المن الذي لا يكافى امتنانه والطول الذي لا يجازى إنعامه وإحسانه. يا ذا العزة والجلال يا جاعل الظلمات والنور والأزمنة والدهور، يا باقي بلا زوال يا غني بلا مثال، يا قدوس يا طاهر يا علي يا قاهر، يا من لا يحيط به مكان ولا يشتمل عليه زمان، يا حنان يا منان يا بديع السماوات والأرض، عالم الغيب والشهادة الكبير المتعال. صل اللهم وسلم على سيدنا محمد أفضل أنبيائك وأكرم أصفيائك وإمام أوليائك وخاتم رسلك وأنبيائك وحبيب رب العالمين وشهيد المرسلين وشفيع المذنبين وسيد ولد آدم أجمعين، المرفوع الذكر عند الملائكة المقربين، البشير النذير، السراج المنير، الصادق الأمين، الصادع بالحق المبين، الرؤوف الرحيم، الهادي إلى الصراط المستقيم، الذي آتيته 7 من المثاني والقرآن العظيم، نبي الرحمة وهادي الأمة، أول من تنشق عنه الأرض ويدخل الجنة، المؤيد بسيدنا جبريل وسيدنا ميكائيل عليهما السلام، المبشر به في التوراة والإنجيل، المصطفى المجتبى المنتخب أبي القاسم عبد الله ورسوله سيدنا ومولانا محمد بن عبد الله بن عبد المطلب بن هاشم صلى الله عليه وعلى إخوانه وآبائه من الأنبياء والمرسلين وآله المطهرين وأصحابه المكرمين وسلم تسليما. وبعد،
فهذا سند مني أنا الواضع صحيحي في ختامه، ومقيد اسمي هنا لبيانه وإعلانه. الدكتور الشيخ أحمد بن الجهبذ النحرير، عماد المحققين وفقيه المسلمين، مفتي المذهبين، العالم الجليل سيد الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي ابن العلامة الجليل سيدي الشيخ محمد ابن العالم العلامة ناشر العلوم في الجزر والصحاري سيدي أحمد ابن ذي الرئاستين العالم الورع الولي الصالح سيدي ومولاي عبد الله الملقب بنور الدين ابن الإمام العالم المهاجر في سبيل الله تعالى سيدي أحمد ابن الآمر بالخيرات سيدي هلال ابن سيدي عبد الله ابن سيدي هلال ابن الجليل سيدي عبد الله ابن الجليل سيدي هلال ابن سيدي عبد الرحمن ابن سيدي الشيخ الجليل سعيد ابن سيدي ومولاي هلال ابن سيدي الجليل سعيد ابن الشيخ الهمام سيف ابن الإمام عبد الرحمن الكبير ابن الإمام حسن ابن العلامة الإمام الحافظ شيخ الأنصار محمد ابن الإمام العلامة إسحاق ابن الجليل سيدي إبراهيم ابن سيدي أفلح ابن سيدي رافع ابن سيدي إبراهيم ابن سيدي أفلح ابن سيدي الجليل عبد الرحمن الأكبر ابن التابعي الجليل عبيد ابن سيدنا رفاعة صاحب رسول الله صلى الله عليه وسلم من أهل بيعة الرضوان وبدر وأحد وما بعد ذلك من المشاهد كلها، ابن صاحب رسول الله صلى الله عليه وسلم سيدنا رافع ابن مالك بن العجلان الزرقي، أول من أسلم من الأنصار، أحد الستة وأحد ال12 وأحد 70 من أهل بيعة العقبة الأولى والثانية، الذي اختاره سيد الخلق صلى الله عليه وسلم نقيبا من نقباء الأنصار رضي الله تعالى عنهم وعن ذرياتهم أجمعين. وبه أشهد أني نقلت إلى فضيلة العالم العامل الشيخ الجليل أبو بكر بن أحمد المسليار أمانة وحفظ وصيانة وخدمة أثر عظيم لسيد الأنبياء والمرسلين من الآثار التي شرفني الله عز وجل بانتقالها إلي بأسانيدها الصحيحة المتواترة المتصلة إلى الحضرة الطاهرة النبوية صلوات ربي وسلامه عليه وعلى آله وصحبه وسلم. وصفته شعرة شريفة من شعر الرأس الشريف بصفة دائمة بأمر من رسول الله صلى الله عليه وسلم ليعم النفع به على المسلمين والبركة على المؤمنين بموجب عقد انتقال الأمانة الموثق، وذلك بتاريخ 5 من صفر الخير 1432 هجرية الموافق 9 كانون الثاني 2011 ميلادية، المشهود عليه من قبل الشيخ محمد بن الشيخ أحمد آل هلال الخزرجي، والشيخ ذياب بن الشيخ أحمد آل هلال الخزرجي، والشيخ منصور بن الشيخ أحمد آل هلال الخزرجي، والشيخ فارس بن الشيخ أحمد آل هلال الخزرجي، وفضيلة العالم المحقق الشيخ بسام محمد بارود، وفضيلة الشريف سيد بن محمد قاضي التنواجيوي المعتمد منا. وأوصي المنقول إليه بالحرص الشديد عليه، وأن يقدمه على النفس والبنين والذرية، وأن يحفظه ويصونه ويحرسه، والله يشهد عليه ويراه، وإني أبرأ إلى المولى
عز وجل المنتقم الجبار مما عدا ذلك. قال تعالى: فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه إن الله سميع عليم والله خير الشاهدين والحمد لله رب العالمين. وصلى الله على سيدنا ومولانا محمد خاتم رسل المكرمين وآله وصحبه وسلم تسليما كثيرا. സ്വപ്നത്തിൽ നബിതങ്ങൾ നിർദ്ദേശിച്ചതുകൊണ്ടാണോ കാന്തപുരം ഉസ്താദിനോ തിരികേശം നൽകുന്നത് എന്നോ ഷെയ്ഖ് ഹസ്റജി തന്നെ പറയുന്നത് കാണൂ. فسبب انتقال الأمانة الشريفة وهي شعرة مباركة من شعر الرأس الشريف إلى مركز الثقافة السنية في كاليكوت، وتحديدا إلى فضيلة الشيخ العالم المربي أبو الأيتام الشيخ أبو بكر أحمد مسليار، هو أمر من سيدي رسول الله صلى الله عليه وآله وصحبه وسلم. فأنا خادم الآثار الشريفة ولست بصاحبها، صاحبها سيدي رسول الله صلى الله عليه وسلم، وهو الذي يأمر. هذه الآثار الشريفة موجودة عندنا وانتقلت إلينا بأسانيدها الشريفة المتواترة، ونحن لا نفرط فيها أبدا. وأتتنا عروض كثيرة من شخصيات عالمية، ولكن نحن لا نفرط بهذه الآثار الشريفة لأننا لا نملكها، هي ملك الأمة الإسلامية وصاحبها سيدي رسول الله صلى الله عليه وسلم، وأنا خادم هذه الآثار. പുണ്യ നബി പറഞ്ഞു അർറുയ സ്വാലിഹ യറാഹ റജുലു ഔ തുറാലഹു. ശരിക്കും കേട്ടോ, ഇവിടെ മനസ്സിലാക്കണം. രണ്ട് കാര്യം പറഞ്ഞു. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാല് അർറുയ സ്വാലിഹ യറാഹു റജുലു ഔ തുറാലഹു. സാലിഹായ സ്വപ്നാണ്. ഒന്നിരിക്കൽ ഒരാൾ നേരിട്ട് കാണും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വേറൊരാൾ കാണും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പം നമ്മളെ കാര്യത്തിൽ വേറൊരാൾക്ക് സ്വപ്നം കാണാം, അയാൾ സത്യവാനാണെങ്കിൽ നമ്മൾ അത് സൂക്ഷിക്കുകയും വേണം. നിങ്ങൾക്ക് മനസ്സിലാവണില്ല പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം നേരിട്ടും കാണാം, വേറൊരാൾ വഴി കാണാം, വേറൊരാൾ വഴി ഇങ്ങോട്ട് കാണാം. അങ്ങനെ ഉണ്ടാവും, ഇങ്ങോട്ടും ഉണ്ടാവും. ചിന്തിക്കണം. ഇനി ഇതാ വഹാബി ഏജന്റുകളായ തിരികേശ വിരോധികൾ പറയുന്നത് കേൾക്കൂ. ശൈത്താന്മാരിൽ ഏറ്റവും വലിയ ശൈത്താൻ മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താന്മാരാകുന്നു. അത് ചിലപ്പോൾ വ്യക്തിയാകും, അത് ചിലപ്പോൾ സംഘടനയാകും. ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. നമ്മൾ എന്തിനായി UDF LDF പോലെയാകുന്നു? UDF പറയുന്നതിനൊക്കെ LDF എതിര് പറയും, LDF പറയുന്നതിനൊക്കെ UDF എതിര്. UDF കരിമണൽ ഖനനം വേണ്ടെന്ന് പറഞ്ഞാൽ പറയും, LDF പറയുന്ന കരിമണൽ ഖനനം വേണ്ട. ആദ്യം ആരങ്ങനെ പറഞ്ഞാൽ ഇനി നേരെ എതിര് പറയാന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ രീതി. അതുപോലെ മതമാകണം. ഒരു ഭാഗം പറഞ്ഞാൽ നേരെ എതിര് പറഞ്ഞാലേ മറ്റൊരു ഭാഗത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വരണോ? ഇത് ഹബീബിന്റെ കാര്യത്തിലാ, ഇത് മുഹമ്മദ് നബിയുടെ കാര്യത്തിലാ. ഈ വിഷയത്തിൽ തർക്കം വേണ്ടായിരുന്നു. ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവസാന ശ്വാസം വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ, നമുക്ക് വിഷയം. ഈ ഇബ്ലീസ് എന്ന ഒരാൾ പല ആളുകളുടെയും തലേ കയറിയിട്ട വരിക. ഈ ഇബ്ലീസ് എന്ന ഒരാൾ പല ആളുകളുടെയും തലേ കയറിയിട്ട വരിക. ഇനി ഇതാ പുണ്യനബിയുടെ തിരികേശം തീയിലിട്ട് കത്തിക്കാൻ പറയുന്ന ചേളാരി സെക്രട്ടറിയുടെ ധിക്കാരം ഒന്ന് കേൾക്കൂ. പുണ്യനബിൻ്റെ ആ മുടി തീയിലിട്ടിട്ട് യാതൊരു കേടുമില്ലെങ്കിൽ, അതിന് വല്ല രാസവളങ്ങളും വളമൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് കഴുകിയതിൻ്റെ ശേഷമാണെങ്കിൽ അത് അടുപ്പിൽക്ക് നല്ല ചിരട്ടകൾ ഉണ്ടാക്കിയിട്ട് അയക്കാണ്ടിടുക. എന്നിട്ട് യാതൊരു കേടുവയിനില്ലെങ്കിൽ ഈ അടിസ്ഥാന പ്രകാരം തങ്ങളതായതുകൊണ്ട് തന്നെയാണ് കത്താക്കുന്നത്. ഇനി അങ്ങനെ സംഭവിച്ചെന്ന് വെക്കുക, അതുകൊണ്ട് നിങ്ങൾ വലിയ കൂട്ടരാണ് എന്ന് ഞങ്ങൾക്ക് സംഭവിക്കില്ല. നമ്മൾ എന്തിനായി UDF LDF പോലെയാകുന്നു? UDF പറയുന്നതിനൊക്കെ LDF എതിര് പറയും, LDF പറയുന്നതിനൊക്കെ UDF.
UDF കരിമണൽ ഖനനം വേണ്ടെന്ന് പറഞ്ഞാൽ പറയും LDF പറയുന്ന കരിമണൽ ഖനനം വേണമെന്നാണ്. ആദ്യം ആരങ്ങനെ പറഞ്ഞാൽ ഇനി നേരെ ഇതിൽ പറയാന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ രീതി. അതുപോലെ മതമാകണം. ഒരു ഭാഗം പറഞ്ഞാൽ നേരെ എതിര് പറഞ്ഞാലേ മറ്റൊരു ഭാഗത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വരണോ? ഇത് ഹബീബിന്റെ കാര്യത്തിലാ, ഇത് മുഹമ്മദ് നബിയുടെ കാര്യത്തിലാ. ഈ വിഷയത്തിൽ തർക്കം വേണ്ടായിരുന്നു. ഇനി അങ്ങനെ സംഭവിച്ചെന്ന് വെക്കുക, അതുകൊണ്ട് നിങ്ങൾ വലിയ കൂട്ടരാണ് എന്ന് ഞങ്ങൾക്ക് സംഭവിക്കില്ല. ഓ സെക്രട്ടറി, താങ്കൾക്കോ പുണ്യനബിയുടെ ഏത് മുടിയാണ് കത്തിക്കേണ്ടതോ സനദോടുകൂടി അമ്പലക്കടവ് മൗലവി പറയുന്നത് കേൾക്കൂ. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ആദരണീയനായ റസൂലുള്ളാഹിന്റെ മുടി ലോകത്തുണ്ട്. അതിന് ബറക്കത്തുണ്ട്, അതിന് പുണ്യമുണ്ട്, അതിന് മഹത്വമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വെല്ലൂരിലുണ്ട്, തമിഴ്നാട്ടിലൊരു മുടിയുണ്ട്, അതിന് സനത്തുണ്ട്, പരമ്പരയുണ്ട്. ആ മുടി എവിടെ നിന്ന് കിട്ടി? കശ്മീർ ഹസരത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്, അതിന് പരമ്പരയുണ്ട്, തങ്ങൾ വരെ എത്തിച്ചേർന്ന പരമ്പരയുണ്ട്. അബൂദാബിയിൽ ഹസ്രജി കുടുംബത്തിന്റെ കയ്യിൽ ആ മുടിയുണ്ട്. അതുപോലെ സുഡാനിൽ മുടിയുണ്ട്. ലോകത്ത് അറിയപ്പെട്ട സ്ഥലങ്ങളിൽ ഈ 14 നൂറ്റാണ്ടുകാലം കൃത്യമായ സനത് പരമ്പര സഹിതം കൈമാറിപ്പോന്ന് സൂക്ഷിച്ചു പോരുന്ന, ഭദ്രമായി സൂക്ഷിച്ചു വരുന്ന ആ മുടിയുണ്ടെന്ന് മാത്രമല്ല, റബീഉൽ അവ്വലൊക്കെ ആ മുടി പുറത്തേക്കെടുത്ത് വെള്ളത്തിൽ മുക്കി ആ വെള്ളം തബറുക്കിന് വേണ്ടി ആളുകൾ വ്യാപക വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. പുണ്യനബിൻ്റെ ആ മുടി തീയിലിട്ടിട്ട് യാതൊരു കേടുമില്ലെങ്കിൽ, അതിനെ വല്ല രാസവളങ്ങളും വളർന്നൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് കഴുകിയതിൻ്റെ ശേഷമാണെങ്കിൽ അത് അടുപ്പിൽക്ക് നല്ല ചിരട്ടകാളുണ്ടാക്കിയിട്ട് അയക്കാണ്ടിടുക. എന്നിട്ട് യാതൊരു കേടുവയിനില്ലെങ്കിൽ ഈ അടിസ്ഥാന പ്രകാരം തങ്ങളതായതുകൊണ്ട് തന്നെയാണ് കത്താക്കുന്നത്. ഇനിയും അമ്പലക്കടവ് മൗലവി സനതുള്ള മുടികൾ എണ്ണുന്നത് കാണൂ. സ്വഹീഹായ നിലയിൽ ലോകത്തെ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്തയാണ്. വളരെ ഭദ്രമായി ശക്തമായ ബന്ദവസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദവസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിയിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ കശ്മീരിൽ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിഷേധ്യമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്രജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, UAE മന്ത്രി. അദ്ദേഹം ഹസ്രജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഒരു ക്ലിപ്പിംഗ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ ലോകത്ത് പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്, കാശ്മീരിലുണ്ട്, തുർക്കിയിലുണ്ട്, പല സ്ഥലങ്ങളും ഉണ്ടെന്ന പോലെ അബുദാബിയിൽ ഹസ്രജി ഫാമിലി മുടിയുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പൊ അബുദാബി ഹസ്രജി ഫാമിലി അങ്ങനെ മുടിയുണ്ട് ഹമീദ് വൈസി പറഞ്ഞല്ലോ, അതന്നെയാണ് ഈ മുടി എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ തെളിവ്, ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ ഒരൊറ്റ ഒരാളുണ്ടായാൽ മതി. കബാബ് മേ ഹഡ്ഡി എന്ന് പറയും ഹിന്ദുസ്ഥാനിക്കാർ. കബാബ് എന്ന് പറഞ്ഞാൽ എല്ലുണ്ടാവാത്ത സാധനമാണ്. ഇറച്ചി അരച്ചിട്ടുണ്ടാക്കുന്ന ഒരു തരം വിഭവമാണ് കബാബ്. കബാബിൽ എല്ല് കുടുങ്ങാന്നാണ് അതിന് പറയുക. കബാബ് മേ ഹഡ്ഡി എന്ന് പറയും. കബാബിൽ എല്ല് കുടുങ്ങാൻ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരൊറ്റാൾ ഒരു നാട്ടിലുണ്ടായാൽ ആ നാട് തൊലഞ്ഞു. അയാളും തൊലഞ്ഞു, നാട്ടുകാരും തൊലഞ്ഞു. ഒറ്റൊന്ന് സ്വയം വലിയതാവുന്ന ഒരാളുണ്ടെങ്കിൽ തകർന്നുപോയി. സ്വയം വലിയതാവുന്ന ഒരാളുണ്ടെങ്കിൽ തകർന്നുപോയി. ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കബാബ് മേ ഹഡ്ഡി എന്ന് പറയും. കബാബ് മേ ഹഡ്ഡി എന്ന് പറയും. ഇനി ഇതാ കല്ല് വെച്ച നുണ പറയുന്ന മിസ്റ്റർ കാസിമിയെ ഒന്ന് കാണൂ. ബോംബെയിലൊക്കെ ചിരി ക്ലബ്ബുകളുണ്ട്, കേട്ടിട്ടില്ലേ? എന്താ നിങ്ങൾക്ക് ദുനിയാവിന് വല്ല കാര്യം അറിയോ? ചിരിക്കുന്ന ക്ലബ്ബുകൾ. നേരം വെളുത്താൽ അരമണിക്കൂർ ചിരിക്കുക,
ചില ആളുകൾ ഇങ്ങനെ ചിരിക്കുക, അത് ചിരി ക്ലബ്ബുകൾ. ചിരിക്കുക, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ചിരി ക്ലബ്ബുകളുണ്ട് ലോകത്ത്. അതൊരു തരം ഉസ്താദ് പറഞ്ഞത് പോലെ ഭ്രാന്ത, വലിയ പെടല വെട്ടറ്. സത്യത്തിൽ പറ്റിച്ചാളാ അമീർ പൈസ, അതിനെ സത്യ. ഖസ്റജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമീർ ഫൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു ഖസ്റജിയുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവന്ന മുടിയാവുമ്പോൾ എതിർക്കാൻ കഴിയില്ലല്ലോ. ആ ഇടക്ക് ഖസ്റജിയുടെ മുടിയെ പറ്റി പറഞ്ഞല്ലോ, അങ്ങനത്തെ ഒരു മുടിയെ പറ്റി അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരിക്കാം, അത് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതാണ് സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് അമീർ ഫൈസിയ. എന്നാൽ അമീർ ഫൈസി പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല, അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്ത ആളാ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞാൻ വന്ന ഉടനെ തന്നെ പിന്നെ എന്നോട് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചു, ഖസ്റജിയുടെ വീട്ടിലെ മുടിയാണെങ്കിൽ സ്വീകരിക്കാൻ അമീർ ഫൈസി പറഞ്ഞിട്ടുണ്ടല്ലോ, അമീർ ഫൈസി നിങ്ങളെ ഇത്ര വലിയ ആളല്ലേ, നിങ്ങൾ അംഗീകരിക്കും. ഞാൻ വന്ന ഉടനെ അമീർ ഫൈസിയോട് പറഞ്ഞു, നിങ്ങൾ വല്ലാത്തൊരു പൊല്ലാപ്പാണ് ഉണ്ടാക്കിയത്. കാരണം ഖസ്റജിയുടെ വീട്ടിൽ മുടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അമീർ ഫൈസി പറഞ്ഞു, അസസിൽ ഞാനുണ്ട്, പക്ഷെ പറഞ്ഞത് ഇങ്ങനെയാണ്. എത്ര ശുദ്ധമായ കളവാണിത് എന്റെ പ്രിയപ്പെട്ടവരെ. ശുദ്ധമായ കളവ് എന്ന് പറഞ്ഞാൽ പോരാ, കല്ല് വെച്ച നുണ എന്ന് പറയാറുണ്ട്, ഇപ്പൊ പരിഷ്കരിച്ച് പാറ വെച്ച നുണ എന്ന് പറയാറുണ്ട്. ഇനി പറഞ്ഞുകൊടുക്കൂ അമ്പലക്കടവ്, താങ്കൾ പറഞ്ഞത് എങ്ങനെയാണെന്നോ. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായൊരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. വലിയ പെടല വെട്ടറ്. സത്യത്തിൽ പറ്റിച്ചാളാ അമീർ പൈസ, അതിനെ സത്യ. ഓ കാസിമി, എവിടെയാണോ താങ്കൾ പെട്ടത്? അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഖസ്റജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഖസ്റജിയുടെ വീട്ടിൽ മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്നോ? ഏത് പ്രസംഗത്തിൽ, എപ്പോൾ, എവിടെ വെച്ചാണോ അമ്പലക്കടവ് മൗലവി പറഞ്ഞത്? ഓ നോട്ടീസ് ഒട്ടിക്കുന്ന വിഘടിതരെ, അൻസാരി സ്വഹാബി പരമ്പരയിൽപ്പെട്ട ഷെയ്ഖ് ഖസ്റജിയെ തള്ളിപ്പറയുന്ന നിങ്ങൾ കപടന്മാരാണെന്നോ മിസ്റ്റർ മുത്തേടം പറയുന്നത് കേൾക്കൂ. വെറുതെ നോട്ടീസ് ഒട്ടിക്കണ സുന്നിയാകണ്ട, അങ്ങനെയും കുറച്ച് സുന്നിയാളുണ്ട്. വല പണി സുന്നത്യമായത്തൊന്നും അവർക്ക് ജീവിതത്തിലില്ല. അവർ മനസ്സിലാക്കണ കുറച്ച് നോട്ടീസ് ഒട്ടിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന അങ്ങനെ കുറച്ച് അന്തമുട്ട സുന്നിയാൾ ഇപ്പത്തെ കാലത്തുണ്ട്. അക്കൂട്ടത്തിൽ പെടണ്ട. നോട്ടീസ് ഒക്കെ നല്ല തന്നെയാ, നോട്ടീസ് ഒട്ടിക്കൽ ആവശ്യം തന്നെയാ. പക്ഷേ നോട്ടീസ് ഒട്ടിച്ചോണ്ട് മാത്രം സ്വർഗത്ത് കിടക്കുമെന്ന് വിചാരിക്കണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബ്ബ് വെക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യനെ സ്നേഹിക്കുക. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ, അൻസാരിങ്ങളെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണ്. അഥവാ അൻസാരിങ്ങൾ എന്നെ സ്നേഹിച്ചവരാണ്, എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ആയത്തുൽ മുനാഫിഖ്, ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ, ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ, ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കാതിരിക്കൽ കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറക്കരുത് എന്നൊന്ന് തലവെട്ടിയാ മറക്കരുത്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാകുന്നു. എന്നെ സ്നേഹിച്ചവരെ വെറുക്കൽ കുഫറിന്റെ, നിഫാഖിന്റെ, കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. മറക്കരുത് എന്നൊന്ന് തലവെട്ടിയാ മറക്കരുത്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാകുന്നു. എന്നെ സ്നേഹിച്ചവരെ വെറുക്കൽ കുഫറിന്റെ, നിഫാഖിന്റെ, കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ഇനി ആ കൊടുത്തതായിരിക്കുന്ന അഹമ്മദ് അറിഞ്ഞ ഖസ്റജിനെ കൊണ്ടുവരുന്നുണ്ട് എന്നും കേൾക്കപ്പെടുന്നുണ്ട്. മുമ്പ് കുലൈബിനെ കൊണ്ടുവന്നില്ലേ?
അത് കണ്ട് ഇയാലായ നമുക്ക് എന്ത് അഹമ്മദ് ഖദറ ചെയ്യും? അപ്പൊ അയാൾ വന്നിട്ടുള്ളൊരു ചുക്കോല മറക്കരുത്, മറക്കരുത്, ഇതൊന്ന് തലവെട്ടിയാ മറക്കരുത്. ഹബീബായ റസൂൽ പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖി ബുഗ്ളുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാകുന്നു, എന്നെ സ്നേഹിച്ചവരെ വെറുക്കൽ കുഫറിന്റെ നിഫാഖിന്റെ കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. അഹമ്മദ് പറഞ്ഞ ഖസറജിനെ കൊണ്ടുവരുന്നുണ്ട് എന്നും കേൾക്കപ്പെടുന്നുണ്ട്. മുമ്പ് കുലൈബിനെ കൊടന്നില്ലേ? അത് കണ്ട് ഇയാലായ നമുക്ക് എന്ത് അഹമ്മദ് ഖദറ ചെയ്യും? അപ്പൊ അയാൾ വന്നിട്ടുള്ളൊരു ചുക്കോല. ഇതൊരു മനുഷ്യന് ഡയറിയിൽ എഴുതി വെക്കണം, അയാളുടെ പേഴ്സിൽ എഴുതി വെക്കേണ്ട ഒരു ഹദീസാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം അയാൾക്ക് ആവശ്യമില്ലാത്തതിൽ അയാൾ ഇടപെടാതിരിക്കലാണ്. നമ്മളെ പ്രശ്നം എന്തിനും നമ്മൾ ഇടപെടും എന്നുള്ളതാണ്. നമ്മൾ ഇടപെടാത്തൊരു വിഷയമുണ്ട്, എന്ത് പറഞ്ഞാലും ഇടപെടും, എന്തും ഇടപെടും. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം അയാൾ നിസ്കാരം കൂടുതലല്ല, നോമ്പ് കൂടുതലല്ല, അയാൾക്ക് ആവശ്യമില്ലാത്തതിൽ അയാൾ ഇടപെടാതിരിക്കലാണ്. ഇന്ന് നമ്മളെ പ്രശ്നം എന്തിലും ഇടപെടും എന്നുള്ളത്. ഇനി ഇതാ ഓരോ ഫോൺ കോളിലും മൊബൈൽ ഫോണുകൾ വലിച്ചെറിയുന്ന ലോകത്തെ അത്ഭുത മനുഷ്യനെ നിങ്ങളൊന്ന് കാണൂ. ഞാൻ എൻ്റെ ഒരുപാട് മൊബൈലും സിമ്മും ഒക്കെ ഇതിനു വേണ്ടി ഒഴിവാക്കിയതാണ്. കാരണം എന്താ, ഒരു പരിപാടി നടന്നാൽ അന്ന് മുതൽ ചീത്ത വിളി തുടങ്ങും, പിന്നെ ആ മൊബൈൽ ഒഴിവാക്കും. ഞാൻ എത്രയോ എൻ്റെ മൊബൈലുകൾ ഞാൻ ഇതിനു വേണ്ടി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാം, എൻ്റെ പഴയ സിമ്മൊന്നുമല്ല ഇപ്പം എനിക്കുള്ളത്, നിങ്ങൾക്ക് അറിയാലോ. ഇതിനു വേണ്ടി മാത്രം ചീത്ത വിളി തുടങ്ങും. അപ്പം ഇന്ന് തന്നെ ചീത്ത വിളിക്കാനുള്ള ഇപ്പം ഇവിടുന്ന് ഇറങ്ങുന്നതോടുകൂടെ ചീത്ത തുടങ്ങും. അപ്പം ഞങ്ങൾ ഇതിനെ ഉറപ്പിച്ച, കാരണം ചീത്ത കേൾക്കേണ്ടി വരും. മുസ്തഫാ നബിയുടെ കാര്യത്തിലല്ലേ, അതാണ് കാലഘട്ടത്തിൻ്റെ ജിഹാദ്. പക്ഷേ മര്യാദക്ക് വെള്ളം കൊടുത്ത് 40 കോടി ഉണ്ടാക്കാൻ ഞങ്ങൾ മയക്കൂല. കളവ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അന്ത്യനാട്ടിൽ വരും. അതാണ് ഈ പറഞ്ഞ. ഓക്കെ, കളവ് പറയാ, പ്രചരിപ്പിക്കുക. എത്രയോ എൻ്റെ മൊബൈലുകൾ ഞാൻ ഇതിനു വേണ്ടി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാം, എത്രയോ എൻ്റെ മൊബൈലുകൾ ഞാൻ ഇതിനു വേണ്ടി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാം, കദ്ദാബൂനാണ്. കളവ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അന്ത്യനാട്ടിൽ വരും. അതാണ് ഈ പറഞ്ഞ. ഇനി കേൾക്കൂ അമ്പലക്കടവ് മൗലവി പറയുന്നത്. പ്പെടാത്ത സനദില്ലാത്ത ഒരു മുടി നബി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് കാരന്തൂർ മർക്കസിൽ വെച്ചാൽ നമ്മൾ അതിന് ചോദ്യം ചെയ്യൂല. അത് അവരും അള്ളി ആയിക്കോട്ടെ, ഇഷ്ടമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, വെള്ളം കൊണ്ടുപോയിക്കോട്ടെ. ഇതല്ലല്ലോ, ഇത് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, മംഗലാപുരം വരെ, ബാംഗ്ലൂർ വരെ ഇത് മുക്കിയ വെള്ളം ബക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട് 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. മുടിയിട്ട വെള്ളം വിറ്റ് കാശാക്കുന്നു. ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ അവിടെ മുടിയിട്ട വെള്ളം വിതരണം ചെയ്തിട്ടുണ്ട്. ചോദിക്കട്ടെ നിങ്ങളോട്, ഏതെങ്കിലും ഒരാളോട് ഒരു നയാകാശ് അവിടുന്ന് വാങ്ങിയതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഒരൊറ്റ കുട്ടിയോട് വാങ്ങിയതിൽ ലോകത്തൊരാൾക്ക് തെളിയിക്കാൻ കഴിയില്ല. എന്തിനാണ് ഇവരിങ്ങനെ സംഘടനാ പ്രവർത്തനം കളവിലൂടെ നടത്തുന്നത്? 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. കളവ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അന്ത്യനാട്ടിൽ വരും. അതാണ് ഈ പറഞ്ഞത്. ഓ അമ്പലക്കടവേ, കാന്തപുരം വിഭാഗം തിരുനബിയുടെ മുടിയിട്ട വെള്ളം 1 രൂപക്കെങ്കിലും വിൽപ്പന നടത്തിയതായി ആണത്തമുണ്ടെങ്കിൽ താങ്കൾ തെളിയിക്കൂ. പറയൂ അമ്പലക്കടവ്, താങ്കൾ ഈ പറഞ്ഞത് എത്ര ശുദ്ധമായ കളവാണിത് എന്റെ പ്രിയപ്പെട്ടവരെ. ശുദ്ധമായ കളവ് എന്ന് പറഞ്ഞാൽ പോരാ, കല്ല് വെച്ച നുണാന്ന് പറയാറുണ്ട്, ഇപ്പൊ പരിഷ്കരിച്ച് പാറ വെച്ച നുണാന്ന് പറയാറുണ്ട്. തിരുനബിയുടെ മുടിവെള്ളം കച്ചവടം നടത്തിയത് ആരാണോ താങ്കളുടെ കൂട്ടുകാരൻ തന്നെ പറയട്ടെ. വിറ്റ് പണായികളെയും ഓതും സഭയും മറവയും വിറ്റ് കാശാദികളെയും. കാരണം അതൊക്കെ ഫുലൂസ് ഉണ്ടാക്കാനുള്ള മാർഗങ്ങളാണ്. നബിയുടെ മുടിയിട്ടി എന്ന് പറഞ്ഞ് ഇത്ര വലിയ ചെറിയ കുപ്പിയിൽ 25,000 രൂപക്ക് 2 കുപ്പി വെള്ളം, അങ്ങനെ 50,000. നബീനോട് ഹുബുള്ളവനാണെങ്കിൽ മുസ്ലിയാർക്ക് തന്നെ വാങ്ങിക്കൂടെ? ചിന്തിക്കണേ, ഒരു പോയിന്റ് ആട്ടോ പറഞ്ഞ്. നബീനെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ് റഹ്മത്തുള്ള കാസിമി എങ്കിൽ മൂപ്പരിക്ക് വാങ്ങിയ പോരെ? നബീന്റെ മുടിയിട്ട് വെള്ളം വലിയ ബർക്കത്താണ് 2.5 മണിക്കൂർ വയലറിഞ്ഞ മുസ്ലിയാരി വിൽക്കുക. കാരണം മുസ്ലിയാർക്ക് അറിയാം ഓവുചാലിന് മുക്കിയ വെള്ളം പോരുമ്പോ അവിടുത്തെ ചെറിയ കനാലിന് മുക്കിയ പച്ചവെള്ളം ആർക്കറിയാം? മുസ്ലിയാർക്കറിയാം. അല്ലെങ്കിൽ എന്താ നോക്കൂ, അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കഥയാൻ പറയുന്നത്, ആ മുടിയിട്ടവൾ ഒരു തുള്ളിയോ മനുഷ്യൻ കൊടുക്കൂല, ഞാൻ ഒറ്റക്ക് എടുക്കൂ. എന്റെ കിട്ടി വിറ്റിട്ടാണെങ്കിലും ഞാനത് വാങ്ങും.
പക്ഷേ റഹ്മത്തുള്ള കാസിമിക്ക് അറിയുന്നത് ഇതോപചാരിന് മുഖ്യ പച്ചള്ള. ഇനി ഇതാ തിരുനബിയുടെ മുടിയിട്ട വെള്ളം ഒരു കുപ്പി 25,000 രൂപക്കോ വിൽപ്പന നടത്തിയ മുത്തേടം ഹോജയെ ഒന്ന് കാണൂ. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു തരാം. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടാണ്. ഓ കാസിമി, താങ്കൾ വിൽപ്പന നടത്തിയ മുടിക്കോ സനതുണ്ടോ? താങ്കളുടെ കൂട്ടാളി കണ്ണാടിക്കൂട്ടിലിരുന്ന് കല്ലെറിയുന്ന കണ്ണാടിപ്പറമ്പ് മൗലവി പറയുന്നത് കേൾക്കൂ. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഉള്ള ഷാർ ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. താങ്കളുടെ കൂട്ടുകാരൻ പറയട്ടെ. പക്ഷെ ഇന്ന് ലോകത്തെവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുള്ള ഒരു തിരുശേഷിപ്പും എവിടെയും സൂക്ഷിച്ചിട്ടില്ല. ഹസ്രത്ത് ബാനിലുമില്ല, വെല്ലൂരിലുമില്ല, ടോപ്പ് ഡൽഹിയിലെ തുർക്കിയിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലുമില്ല. ഇത് 2011 ഏപ്രിൽ 29 ചന്ദ്രിക ദിനപത്രം, പേജ് 12. തിരുകേശം യഥാർത്ഥ തെളിവുകൾ ഹാജരാക്കണം. ഖാദി ബാവ മുസ്ലിയാർ, കാസർഗോഡ്. തിരുകേശ വിഷയത്തിൽ യഥാർത്ഥ തെളിവുകൾ ഹാജരാക്കാത്ത കാലത്തോളം അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന സമസ്തയുടെ തീരുമാനം സുദൃഢമാണെന്നോ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് കാസർഗോഡ് കുമ്പള സംയുക്ത ജമാഅത്ത് ഖാദിയുമായ TKM ബാവ മുസ്ലിയാർ പ്രസ്താവിച്ചു. കാസർഗോഡ് സംഘടിപ്പിച്ച സമസ്ത ആശയ വിശദീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഖാദി. ബാഖിയാത്തിലും ലത്തീഫയിലും ഉള്ള മുടികൾക്ക് ശരിയായ സനദ് ഇല്ലാത്തതിനാൽ അത് കൊട്ടിഘോഷിക്കാറില്ല എന്നിരിക്കെ കാന്തപുരം മുസ്ലിയാരുടെ കയ്യിലുള്ള മുടിക്ക് എന്താണ് സനദ് എന്ന് അവർ വ്യക്തമാക്കണം. ഓ മിസ്റ്റർ കാസിമി, താങ്കൾ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് 25,000 രൂപക്ക് വിറ്റ ആ മുടിക്കോ സനദില്ല എന്നല്ലേ നിങ്ങളുടെ ഖാദി പറഞ്ഞത്? ഓ കേരളീയ സമൂഹമേ, ഇനി വഹാബിസത്തിനു ഓശാന പാടുന്ന വിഘടിത വർഗത്തിന് തിരുനബിയുടെ ഷഅറെ മുബാറക്കിന്റെ സനദ് ചോദിക്കാൻ അവകാശമുണ്ടോ? ഓ കാസിമി, താങ്കൾക്ക് താങ്കളുടെ കൂടാരത്തിലെ മൗലാനമാരോട് വല്ലതും പറയാനുണ്ടോ? കുരുത്തക്കട വാലിബായി പോയി. കുരുത്തക്കടിന്റെ തല നിങ്ങളെ കയ്യിൽ പൊട്ടുപോയി. അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ശംസുൽ ഉലമയുടെയും കണ്ണീയത്തുസ്താദിന്റെയും ഗുരുത്തക്കേട് ഏറ്റുവാങ്ങിയ വിഘടിത വിഭാഗമേ, നിങ്ങൾക്ക് പാണക്കാട് തങ്ങളുടെ ഗുരുത്തക്കേട് കൂടി ലഭിച്ചു. കാരണം എന്തോ? ഇത് മംഗലാപുരം മസ്ജിദ് തഖ്വ സുന്നി ജനലക്ഷങ്ങളുടെ ആധികാരിക ശബ്ദം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്ത്യയിൽ പണിതുയർത്തിയ 2000-ഓളം പള്ളികളിൽ ഏറ്റവും വലുതും കോടികൾ വിലമതിക്കുന്നതുമായ മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്തോ തല ഉയർത്തി നിൽക്കുന്ന മസ്ജിദ് തഖ്വ കോടികൾ വിലമതിക്കുന്ന ഈ മസ്ജിദ് ഉദ്ഘാടനത്തിനോ യാതൊരു മടിയും കൂടാതെ കാന്തപുരം ഉസ്താദ് ക്ഷണിച്ചപ്പോൾ ഓടിയെത്തി അഭിവന്ദ്യരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ.
കാന്തപുരം ഉസ്താദ് പണിത പള്ളിയുടെ ഉദ്ഘാടനത്തിനോ പാണക്കാട് തങ്ങൾ എത്തിയപ്പോൾ വിഘടിത വിഭാഗം ഉറഞ്ഞു തുള്ളി. പാണക്കാട് തങ്ങൾക്കെതിരെ സ്വന്തം മാസികയിൽ അവർ തുറന്നെഴുതി. പക്ഷേ പാണക്കാട് തങ്ങൾ കാരന്തൂർ മർക്കസിന്റെ സുവനീറിൽ തുറന്നെഴുതി. ഇത് കണ്ട വിഘടിത സെക്രട്ടറി പാണക്കാട് തങ്ങളെ തരം താഴ്ത്തുന്നത് കേൾക്കൂ. അങ്ങനെ നമ്മളെ ചില ലീഗിൻ്റെ ആളുകൾക്ക്, പ്രത്യേകിച്ചും പല ആളുകളും ഉപദേശിച്ചു, ഇത് കുഴപ്പമുണ്ട് തീരെ, അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ലീഗിൻ്റെ ചില നേതാക്കന്മാർ ഇയാളങ്ങനെ താങ്ങി നടക്കണം, എന്താ ഇതിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാവണില്ല. മനസ്സിലായാൽ നമുക്ക് നോക്കാലോ. അങ്ങനെ നമ്മളെ ചില ലീഗിൻ്റെ ആളുകൾക്ക്, പ്രത്യേകിച്ചും പല ആളുകളും ഉപദേശിച്ചു, ഇത് കുഴപ്പമുണ്ട് തീരെ, അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ലീഗിൻ്റെ ചില നേതാക്കന്മാർ ഇയാളങ്ങനെ താങ്ങി നടക്കണം, എന്താ ഇതിൻ്റെ ആവശ്യം എന്ന് മനസ്സിലാവണില്ല. മനസ്സിലായാൽ നമുക്ക് നോക്കാലോ. ഓ വിഘടിത വിഭാഗമേ, കാന്തപുരം ഉസ്താദ് നിർമ്മിച്ച കോടികൾ വിലമതിക്കുന്ന മംഗലാപുരം മസ്ജിദിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത പാണക്കാട് തങ്ങൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 40 കോടിയുടെ ഷെഹ്റെ മുബാറക് മസ്ജിദിന്റെ ഉദ്ഘാടനത്തിൽ ആ തങ്ങൾ പങ്കെടുക്കുമായിരുന്നു, തീർച്ച. പക്ഷേ തങ്ങൾ എന്നേക്കുമായി യാത്രയായി. سيدنا محمد صلى الله عليه وسلم وإلى حضرات خصوصا إلى حضرة هذا الميت السيد محمد علي شحات. اللهم اجعل ثواب ما قرأناه ونسا في قبره وزيارة في شرفه وفضله. اللهم اجعله فداء وفقاء لنا وله من عذاب القبر ومن عذاب النار. اللهم اغفر له بحق القرآن. اللهم وسع قبره بفضل القرآن. اللهم دافع القبر عند الليل ببركة القرآن. اللهم نذر قبره بنور القرآن. اللهم اغفر له وارحمه وبارك على أهله وعياله وإخوته وأخواته وأقاربه يا أرحم الراحمين. اللهم اجمع بيننا وبينهم في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل قبره روضة من رياض الجنة ولا تجعل قبره حفرة من حفر النيران. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله. ചടങ്ങുകൾക്ക് ശേഷം 4 മണിയോടെയായിരിക്കും ഖബറടക്കം. ഹലോ
السلام عليكم ورحمة الله وبركاته. السلام عليكم. പാണക്കാട് തങ്ങൾ വിട പറഞ്ഞെങ്കിലും തങ്ങളുടെ അനുയായികൾ പാണക്കാട് തങ്ങൾ പണുതുയർത്തിയ ആ സൗഹൃദത്തിന്റെ പാലം തകർക്കാതെ സൂക്ഷിക്കുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിന്റെ പ്രചാരകരായി മുസ്ലിം ലീഗുകാർ മാറി. പടുകൂറ്റൻ കവാടങ്ങളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചോ അവർ മർക്കസിനെ സ്നേഹിക്കുന്നവരായി മാറി. മുസ്ലിം ലീഗ് നേതൃത്വം കൂട്ടമായി ഒഴുകിയെത്തി കാന്തപുരം ഉസ്താദിന്റെ അടുക്കലേക്ക്. കഴിഞ്ഞ ദിവസം കാന്തപുരം മർക്കസിൽ നടന്ന വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ അഹമ്മദ് എത്തിയതോടെ ഐക്യം ഇനിയും ചർച്ചയ്ക്കെടുക്കാമെന്നായി. ഈ സ്ഥാപനത്തിനും അതിനെ കെട്ടിപ്പടുത്തവർക്കുമെല്ലാം അഭിമാനകരമാണ് 33 എന്ന് പറയുന്ന ഈ വർഷം. 33 എന്ന സംഖ്യക്കും ഞാൻ പറയാതെ വളരെ പ്രത്യേകമായ പ്രാധാന്യമുള്ളത് ഈ മഹത്തായ സദസ്സിലുള്ള എൻ്റെ സഹോദരങ്ങൾക്കറിയാം. 33-ലാണ് പല പ്രധാനപ്പെട്ട സംഗതികളും, പ്രത്യേകിച്ച് തസ്ബീഹുകളോ മറ്റു സംഗതികളോ എല്ലാം ചൊല്ലാനും എല്ലാം നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 33-ാമത്തെ വർഷത്തെ സമ്മേളനം എന്ന് പറയുമ്പോൾ ആ സംഖ്യ കൊണ്ട് തന്നെ അത് വളരെ പ്രത്യേകത ആർജിച്ചിരിക്കുന്നു, പ്രാധാന്യം ആർജിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട്. മർക്കസിൻ്റെ മുറ്റത്ത് ഇന്ന് നാം എത്രയോ വർഷങ്ങൾക്ക് ശേഷം സമ്മേളിച്ച്, എത്രയോ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം തന്നെ 33 കൊല്ലം, എത്രയോ തലമുറകൾ ഇവിടെ നിന്ന് സനത് വാങ്ങി പിരിഞ്ഞുപോയി. ഇനിയും എത്രയോ തലമുറകൾ ഇൻഷാ അല്ലാഹ് ഈ മണിമുറ്റത്ത് നിന്ന് ബിരുദങ്ങൾ സ്വീകരിച്ച് പുറത്തു പോകാനിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മഹാസ്ഥാപനത്തിൻ്റെ മുറ്റത്ത് വെച്ച് ഇന്ത്യയുടെ ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കും. സംസാരിച്ച പല നേതാക്കളും പറഞ്ഞു, അവർ പല ഘട്ടങ്ങളിലായി മർക്കസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും നിരന്തരം ഇവിടെ സന്ദർശിക്കുന്നവരുമാണ്. എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് മർക്കസ് സഖാഫത്ത് സുന്നിയ പ്രവേശിക്കുന്നത്. ആ പ്രവേശനത്തിൽ മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഉസ്താദിനോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഏതായാലും ഇന്ത്യയിലെ തന്നെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട്, എന്നാൽ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഉറച്ചു നിന്ന് ഭീകരവാദ, തീവ്രവാദ, വർഗീയ വിരുദ്ധ മനോഭാവം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുൻനിര ക്യാമ്പസുകളിൽ ഒന്നാണ് മർക്കസു സഖാഫത്തു സുന്നിയ എന്ന് പറയാം. പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മർക്കസിൻ്റെ സമ്മേളനത്തിൽ വളരെയധികം സന്തോഷത്തോടുകൂടി
പ്രാന്തവൽക്കരിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള യോജിപ്പിൻ്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആ വിധത്തിൽ തുല്യദുഃഖിതരോ പ്രയാസപ്പെടുന്നവരോ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരായ ജനങ്ങളുടെ ഒത്തൊരുമിപ്പിൻ്റെ ഏറ്റവും പ്രസക്തമായ സന്ദേശം ഉൾക്കൊണ്ടുള്ള ഒരു കാലഘട്ടമാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ സംജാതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. വ്യക്തിപരമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിലും സംഘടനാപരമായി ഒരകൽച്ചയുള്ളതിൽ ഏറെ പ്രയാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ആ അകൽച്ചയും ഈ സമ്മേളനത്തോടു കൂടി കുറഞ്ഞു വരുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷം. ഈ തലീക്കെട്ട് കെട്ടിയ, ഈ താടി വെച്ച ഈ മൂല്യന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു. ആരും നോക്കൂല, തിരിഞ്ഞു നോക്കൂല. ഓ മൂല്യര് പോട്ടെ. ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ, സമുദായത്തിൽ, രാജ്യത്തിൽ, ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിലും മൗലവിമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് തെറ്റില്ല സഹോദരൻ. എല്ലാ സ്ഥലങ്ങളിലും മൗലവിമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അത് തെറ്റില്ല സഹോദരൻ. കാന്തപുരം ഉസ്താദിന്റെ പടയോട്ട ഭൂമികയിൽ ഉസ്താദിന്റെ അതുല്യമായ മുന്നേറ്റം കണ്ടറിഞ്ഞോ ഓടിയെത്തിയവരെ പാണക്കാട് തങ്ങൾ കാണിച്ച സ്നേഹവും സൗഹൃദവും മുറുകെ പിടിച്ച് രാജ്യ നന്മക്കായി പ്രവർത്തിക്കാനും നാഥൻ നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ.